ഹായ് ഗൈസ്, ഇന്ത്യൻ ക്യാബിനറ്റ് ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബില്ലിനും അതുപോലെ തന്നെ ഭരണഘടന അതായത് അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി വരുത്തുന്ന ആ ഒരു ബില്ലിനും ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ വിന്റർ സെക്ഷനിൽ തന്നെ പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അതായത് ഇത് പോസിബിൾ ആണോ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ 5 വർഷത്തിൽ ഒരു ഇലക്ഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഭരണം വീണ് കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് റൂളാണോ അല്ലെങ്കിൽ ഗവർണർ റൂളാണോ അല്ലെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്തുമോ? അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന നന്മകളും എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മുൻ പ്രസിഡന്റായ ഡോക്ടർ രാംനാഥ് കോവിന്ദ് ഹെഡഡായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിൽ രൂപീകരിച്ച് ഇവര് ഈ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് പഠനം സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവരും ഒഫീഷ്യലായി ആ കമ്മിറ്റി കംപ്ലീറ്റ് ആയിട്ടും ഇതിന് പഠനം നടത്തിയും അതുപോലെ തന്നെ ഭരണഘടന കംപ്ലീറ്റ് ആയിട്ടും റിസർച്ച് ചെയ്തും ഇത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു ഫയൽ മൊത്തമായിട്ടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഒരു 5 വർഷത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, അതുപോലെ തന്നെ മുനിസിപ്പൽ ഇലക്ഷൻ എല്ലാം ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് അവിടെ GDP ഗ്രോത്ത് 1% കൂടുതലായിട്ട് കൊണ്ടുവരാം. അതായത് ഇന്ത്യയുടെ 1% GDP ഇപ്പോൾ 6.5 5.5 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് 1% കൂട്ടി 6.5 ഒക്കെ ആക്കി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടും ഇന്ത്യൻ എക്കണോമിക്ക് ഒരു നല്ലൊരു ബൂസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, അതുപോലെ തന്നെ അതിന്റെ തൊട്ടു മുമ്പായിട്ട് ഹരിയാന, അതുപോലെ തന്നെ ബൈ ഇലക്ഷൻസ് പല സ്ഥലത്തും നടന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, മഹാരാഷ്ട്ര ഇലക്ഷൻ നടക്കുമ്പോൾ ഹോം മിനിസ്റ്റർ അതായത് ഇന്ത്യൻ ഹോം മിനിസ്റ്ററായ അമിത്ഷാ വന്ന് അവിടെ പ്രചാരണം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവിടെ വന്ന് പ്രചാരണം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടന്റ് ആയ ലീഡേഴ്സായ നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അവിടെ വന്ന് ഈ പ്രചരണത്തിന് പങ്കെടുക്കുന്നു. ഇതേപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇതേ രാഹുൽ ഗാന്ധി വരുന്നു, സോണിയാഗാന്ധി വരുന്നു, അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെ വരുന്നു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ അലയൻസിലുള്ള എല്ലാ ആൾക്കാരും വന്ന് പ്രചാരണം ചെയ്തു. ഇതുകൊണ്ട് എന്താണ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. അല്ലാണ്ട് അദ്ദേഹം ഈ 5 വർഷം ഈ ഇലക്ഷന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ആര് എടുത്തു കാണിക്കും? അതേപോലെ തന്നെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊണ്ടുവരേണ്ട ആരാണ്? ഇതേ പ്രധാനമന്ത്രിയും ഇതേ ഹോം മിനിസ്റ്റർ എല്ലാം തന്നെയാണ്. അവരും ഈ പ്രചരണത്തിന് നടക്കുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒപ്പം പോകുള്ളൂ. അല്ലാണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവർക്ക് സമയമില്ല. എന്തുകൊണ്ടും ഇത് വലിയൊരു പ്രശ്നമായി കരുതുന്നു. അതുകൊണ്ട് ഇന്ത്യ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് സഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ നഷ്ടങ്ങൾ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇത് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യയിൽ ഇത് പുതിയതായിട്ടൊന്നുമല്ല. അതായത് ഇപ്പോഴുള്ള ജനറേഷനെല്ലാം അതായത് ഇപ്പോൾ നമ്മളെ പോലെയുള്ള പുതിയ ജനറേഷനെല്ലാം അതായത് ഇത് പുതിയതായിട്ട് കാണും. പക്ഷെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് അതായത് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നതല്ല തന്നെ ഇതേ വൺ നേഷൻ വൺ ഇലക്ഷൻ ആണ്. 47 അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം പിന്നീട് 52 57 ആ ഒരു ഇലക്ഷൻ എല്ലാം തന്നെ നടക്കുന്നത് ഇതേ വൺ നേഷൻ വൺ ഇലക്ഷൻ രീതിയിൽ തന്നെയാണ്. പിന്നീട് 67 വരെ ഇതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്തത്. അതായത് ഇടയ്ക്ക് അതായത് കേരളത്തിൽ ഒരു ഇലക്ഷൻ മാത്രം ബൈ ഇലക്ഷൻ നടന്നു. അതായത് അവിടുത്തെ ഭരണം അതായത് എടുത്തു കളഞ്ഞ് പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നപ്പോൾ. അല്ലാണ്ട് 67 വരെ എല്ലാം സ്റ്റേബിൾ ആയി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ അതായത് ഇന്ദിരാഗാന്ധി വരികയും ഇന്ദിരാഗാന്ധിന്റെ ഭരണ സമയത്ത് കുറെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. അതായത് ഇങ്ങനെ പിരിച്ചുവിട്ട് അവിടെ എല്ലാം തന്നെ പ്രസിഡന്റിന്റെ ഡയറക്റ്റ് ഭരണം കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തായി, ആ സ്റ്റേറ്റിന് മാത്രം വീണ്ടും ഇലക്ഷൻ കൊണ്ടുവരികയും അങ്ങനെ നടന്ന് അത് വീണ്ടും കണ്ടിന്യൂ ആയി പിന്നെ കുറെ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നാണ് ആ ഒരു രീതി പിന്നെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് എല്ലാവരുടെയും പ്രശ്നം നടക്കുന്നത്. അതായത് 5 വർഷത്തിൽ ഒന്ന് ഇലക്ഷൻ നടക്കാൻ വെക്കാം. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പാർലമെന്റിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ 28 സ്റ്റേറ്റിലും ഇലക്ഷൻ നടത്തണ്ടേ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അതുപോലെ തന്നെ ഇപ്പോൾ കേരള സർക്കാർ അതായത് ഇപ്പോൾ കേരള ഗവൺമെന്റിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്ന് ഇപ്പോഴത്തെ ഭരണവർഷം താഴെ പോവുകയാണ്. അത് പ്രൂവ് ചെയ്യാൻ പറ്റാതെ അവരുടെ ഭരണം നഷ്ടപ്പെടാന്ന് ചോദിച്ചാൽ അവിടെ അതായത് ഒരു സ്റ്റേറ്റ് പോകുമ്പോൾ വീണ്ടും ഈ ഇലക്ഷൻ കണ്ടിന്യൂ ചെയ്യണ്ടേ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഇതിന്റെ ആവശ്യമില്ല എന്നാണ് കമ്മിറ്റി പറയുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിന്റെ ഭരണം പോകുക എന്ന് വെച്ചാൽ അവിടെ മാത്രം അതായത് പ്രസിഡന്റ് റൂൾ കൊണ്ടുവരികയും പിന്നെ അതേ സ്റ്റേറ്റിൽ മാത്രം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഭരണം പോകുന്നത് എന്ന് വെച്ചാൽ പിന്നെ 3 വർഷത്തിന് വേണ്ടി അഡീഷണൽ ഇലക്ഷൻ നടത്താം. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ട്
പിന്നെ 5 വർഷത്തിന്റെ ഇലക്ഷൻ ഒരുമിച്ച് നടത്താം. അങ്ങനെയുള്ള രീതി. അതായത് ഇപ്പോൾ പാർലമെന്റിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ ഭരണം പോകുന്നത്. അപ്പോൾ പാർലമെന്റിന് മാത്രം അപ്പോൾ ഒരു ഇലക്ഷൻ വീണ്ടും നടത്തും. പക്ഷെ അതിൽ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരെ അടുത്ത 3 വർഷത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, 5 വർഷത്തിന് ഉണ്ടാവില്ല. അതായത് ഓരോ ജനറൽ ഇലക്ഷൻ വരുന്നോളം ആ ഒരു സമയം വരെ ആ ഒരു ഇലക്ഷൻ നടത്തും എന്നുള്ളതാണ് സത്യം. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി കഴിഞ്ഞതിന് ശേഷം ഇത് BJP സർക്കാരിനെ കൊണ്ട് പാസ്സാക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കുകയാണെങ്കിൽ അതായത് 5 വർഷത്തിൽ ഒന്ന് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ജനങ്ങളുമായിട്ട് കൂടുതലായും അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവരുമായിട്ടുള്ള അതായത് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഈ പാർട്ടികൾക്കെല്ലാം പറ്റും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ അതായത് ടൈം സേവിങ് ആൻഡ് കോസ്റ്റ് സേവിങ്. ഇതുകൊണ്ട് ടൈമും കോസ്റ്റും നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഈ വേണ്ടാത്ത അതായത് ആർമി ഓഫീസേഴ്സിനെല്ലാം തന്നെ അവരവരെ ആ ഒരു ഡ്യൂട്ടിയിലോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം ഇത് കൂടുതലായിട്ടും വരുന്നില്ല. 5 വർഷത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അപ്പോൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അതായത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ മോഡ് ഓഫ് കോണ്ടാക്ട് പാസ്സാവും. അതുകൊണ്ട് എന്താണ് അതായത് ഈ ആൾക്കാർക്കല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ദേശീയ പാർട്ടികളായിക്കോട്ടെ പുതിയ പുതിയ സ്കീം ഒന്നും തന്നെ ആ സമയത്ത് ജനങ്ങളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താണ് 5 വർഷത്തിൽ ഒന്ന് നടക്കുമ്പോൾ ഈ 4 വർഷം കൃത്യമായി പുതിയ പ്ലാനുകളെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഈ ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഓരോ വട്ടം ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതായത് കാറിൽ ഇത്ര പണമോ കൊണ്ടുപോകാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വർഷത്തിൽ നടന്നാൽ മതി. അതായത് 5 വർഷത്തിൽ ഒരിക്കൽ അവരെ നേരിട്ടാൽ മതി. ഇത് മാത്രമല്ല ഈ ഇലക്ഷൻ അടിക്കടി നടക്കുന്നുണ്ട് പലരും വോട്ട് ചെയ്യാൻ തന്നെ വരില്ല. കാരണം ഇപ്പോൾ വിദേശ രാജ്യത്തെല്ലാം പോയി പണിയെടുക്കുന്നവരാണെങ്കിൽ 5 വർഷത്തിൽ ഒന്നാണെങ്കിൽ ചിലപ്പോൾ അവർ ലീവൊക്കെ ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്ത് വന്ന് വോട്ടും കൂടെ ചെയ്തിട്ട് അവർ പോകും. പക്ഷെ വേറെ സമയത്ത് നടക്കുന്നതാണെങ്കിൽ അവർ ആ വോട്ടിനെ കൈകാര്യം ചെയ്യാതെ അവർ വേണ്ട എന്ന് വെച്ച് അവർ അവിടെ തന്നെ നിൽക്കും. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഓരോ മാസം ഇങ്ങനെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വന്നു പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതായത് ദേശീയ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ സമയത്ത് അത് കേരളത്തിൽ വെള്ളം കിട്ടിയില്ല എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ദേശീയ ഇലക്ഷൻ സമയത്ത് ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം. ഇന്ത്യ 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 എന്ന് പറയുന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളം, തമിഴ്നാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് എന്താണ് അതായത് ഓരോ ഇലക്ഷൻ നടക്കുമ്പോൾ ദേശീയ കാര്യങ്ങൾ മാത്രമോ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന രീതിയിലുള്ള ചെറിയ ചെറിയ പാർട്ടികളെല്ലാം തന്നെ ഇല്ലാണ്ടാവാനും സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിഷയമെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടാതെയും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഇങ്ങനെ ഈ ഇലക്ഷൻ നടന്നു വരുമ്പോൾ ഇന്ത്യയിലെ ചെറിയ ചെറിയ പാർട്ടികളെല്ലാം കാണാതാകാനും സാധ്യതകൾ കൂടുതലാണ്. അവസാനം ഇന്ത്യയിൽ കോൺഗ്രസ്, BJP എന്ന് പറയുന്ന 2 വലിയ പാർട്ടികൾ മാത്രമായി വരാനും സാധ്യതകൾ വളരെ രീതിയിൽ ചാൻസസ് കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഈ 5 വർഷത്തിൽ ഈ 5 വർഷം ഇലക്ഷൻ നടന്നിട്ട് പോലും ഇവര് ഈ ജനങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നില്ല. അതായത് തട്ടിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വട്ടം അതായത് ഇപ്പോൾ 2024 ഇലക്ഷൻ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ അതായത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെല്ലാം മര്യാദയിരിക്കാൻ പറ്റില്ല. 2024 അടുത്ത ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ അവര് അതായത് ഇത് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത് 26 എങ്ങനെയും ജയിക്കണമെന്ന് നോക്കും. പക്ഷെ 5 വർഷത്തിൽ ഒന്നാവുമ്പോൾ ഈ 3 വർഷം ഇവർ ഈ ഒരു കാര്യവും ചെയ്യാതെ ഇവരുടെ അതായത് പോക്കറ്റുകൾ നിറച്ചുകൊണ്ട് ലാസ്റ്റ് 2 വർഷം കൊണ്ട് ഇവര് വെറുതെ കുറച്ച് നല്ല സ്കീമുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാനും സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ വോയിസും കുറയാൻ സാധ്യതകൾ കൂടുതലാണ്. അതായത് 5 വർഷത്തിൽ ഒന്നാകുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിന്റെ നടുക്കുള്ള വർഷങ്ങളൊന്നും വലിയ രീതിയിൽ കെയർ ചെയ്യാതെയും ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതെല്ലാം തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് ഇനി നമ്മൾ പാസ്സാവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതായത് പാർലമെന്റിൽ 2/3 ഓഫ് മെജോറിറ്റി വേണം. അത് BJPക്ക് ഇപ്പോൾ ഇല്ല. അതായത് NDA ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റു കുറെ ആൾക്കാരെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കത് പാർലമെന്റിൽ പാസ്സാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ 28 സ്റ്റേറ്റിൽ 14 സ്റ്റേറ്റ് എങ്ങാനും ഇതിനെ അപ്രൂവ് ചെയ്യണം. അതായത് ഈ ഒരു കാര്യങ്ങൾ അപ്രൂവ് ചെയ്യണം. അതിന് NDA സർക്കാരുടെ എല്ലാ സ്റ്റേറ്റും അപ്രൂവ് ചെയ്യുന്ന വെച്ചോ. ഇനി മറ്റേതെങ്കിലും സ്റ്റേറ്റുകളും ഇതിനെ അപ്രൂവ് ചെയ്ത് അവരും അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതും പാസ്സാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇത് അമെന്റ്മെന്റ്സ് കുറെ വരുത്തണം. അതായത് ഭരണഘടനയിൽ കുറേയധികം ചേഞ്ചസ് വരുത്തണം. അതെല്ലാം തന്നെ അതായത് ഈ ഒരു ഒബ്വിയസ്ലി ഈ മാർക്ക് വേണം. അപ്പോൾ ഈ മാർക്കാണ് ആദ്യം BJP സർക്കാർ ഇപ്പോൾ തേടി വരേണ്ടത്. അതായത് 2/3 ഓഫ് മെജോറിറ്റി വേണം. ആ ഒരു മെജോറിറ്റി അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് പാസ്സാവില്ലാത്ത ഒരു ബില്ല് അവർ കൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ നാണം കെടാൻ വേണ്ടി അവർ നിൽക്കുമോ? അതുകൊണ്ട് അവരെന്തേലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റെന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.